ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞാനും ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ പുതിയൊരു എന്താ പറയുക ടൈം പാസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ക്രോഷയാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും ക്രോഷ്യ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പം എനിക്ക് ക്രോഷ്യ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ടൈം പാസ്സായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയത്തെ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് എൻജോയ് ആക്കാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. അപ്പം ഞാൻ ഇന്ന് ക്രോഷ്യ ചെയ്യുന്നത് തൂലിപ്പാണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിനെ മാജിക് റിംഗ് എന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇങ്ങനെ ഈ 2 വിരലിൻ്റെ ഇടയ്ക്കൂടൊക്കെ വെച്ച് പിടിച്ച് ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഓരോ 5 മിനിറ്റും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന 5 മിനിറ്റുകളെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ മാജിക് റിംഗ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ അകത്തൂടെ ആ നൂലെടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ പുറകെ കൂടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ആ ഒരു നൂലിനെ ഇതിൻ്റെ അകത്തൂടെ കയറ്റിയെടുക്കണേ. കണ്ടില്ലേ, ഇപ്പം നമുക്ക് ആ ഒരു മാജിക് റിംഗ് നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഈ ഒരു മാജിക് റിങ്ങിനകത്തൂടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ എന്നാണ് പറയുന്നത്. അതിന് ചില അബ്രിവേഷൻസ് എന്ന് പറയുന്നത് SC എന്നാണ് ഈ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അതായത് ആ മാജിക് റിങ്ങിൻ്റെ നൂലിനകത്തൂടെ കയറ്റി പുറത്തുള്ള ആ നൂലിനെ വെളിയിലെടുത്ത് വീണ്ടും അപ്പുറത്തുള്ള നൂലിനെ അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിതിൽ വലിയ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല. യൂട്യൂബ് വഴി കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു 6 എണ്ണം ഈ ഒരു മാജിക് റിങ്ങിൽ ചെയ്യുക. എന്നിട്ട് ഈ ഒരു നൂലിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. നല്ല ഭംഗിയാണ് നമ്മൾ ചെയ്ത് വരുന്നത് കാണാൻ. ഓരോന്നായിട്ടും ഭയങ്കര സമാധാനത്തെ നമ്മൾ കാമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് റിങ് സ്റ്റാർട്ട് ചെയ്യണം. സെക്കൻഡ് റൗണ്ടിന് നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമ്മൾ റിങ് സ്റ്റാർട്ട് ചെയ്തില്ലേ, അതിൻ്റെ ആ 2 നൂലിൻ്റെ ഇടയ്ക്കൂടെ തന്നെ കയറ്റണേ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ രാത്രിയിട്ട് ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. അതിലൂടെ കയറ്റിയിട്ട് നമ്മൾ 2 തവണ, അതായത് സിംഗിൾ ക്രോഷ്യ 2 തവണ ഒരു നൂലിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഏത് ഭാഗത്താണ് തുടങ്ങിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാൻ. ഒരു സംഭവം അതിനകത്തേക്ക് ജസ്റ്റ് നമ്മുടെ സേഫ്റ്റി പിൻ ഇടുന്ന കണക്കൊന്ന് പിൻ ചെയ്ത് വെച്ചിരുന്നാലും മതി. എന്നിട്ട് നമുക്ക് ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഓരോ റിങ്ങിൻ്റെ ആ ഒരു തലപ്പിലുണ്ടാവുന്ന ആ ഒരു ഭാഗത്തൂടെ നമ്മൾ നൂലിനകത്തൂടെ 2 പ്രാവശ്യം ചെയ്യണം. അതായത് ഇൻക്രീസ് എന്നാണ്, സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നിലും ഈ 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ആകെ മൊത്തം 6 എണ്ണമായിരുന്നു ആ ഒരു റിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 6 എണ്ണത്തിലും ഈ 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ മൊത്തം 12 എണ്ണം നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് അതിൻ്റെ അടുത്ത തേർഡ് റൗണ്ടിലേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു റിങ്ങിൽ സിംഗിൾ ക്രോഷ്യയും അടുത്ത റിങ്ങിൽ ഇൻക്രീസും ആണ് ചെയ്യേണ്ടത്. അതായത് ഒരു റിങ്ങിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ഒരു റൗണ്ടിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതായത് നമ്മുടെ ആ ഒരു ചെയിൻ പോലെ ലൂപ്പ് തന്നിരിക്കുന്നിടത്തോടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യണേ. ഇതിനകത്തോടെ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഷോർട്സിലാണെങ്കിലും ഇട്ട് തരാം കേട്ടോ. എനിക്കിത് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അടുത്ത നൂലിൽ കൂടി ദേഹത്തോടെ കയറ്റിയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അതായത് ആ നൂലിൽ തന്നെ 2 വട്ടം സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ റൗണ്ടും നമ്മൾ സിംഗിൾ ക്രോഷ്യ തന്നെ നമ്മുടെ ഓരോ ലൂപ്പിനകത്തൂടെയും ചെയ്തെടുക്കണേ. അങ്ങനെ ഒരു 11 റൗണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഓരോ ലൂപ്പിലൂടെയും നമ്മൾ കയറ്റി ഇറക്കി ചെയ്യണം. സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്, ഇൻക്രീസ് ഒന്നും ചെയ്യേണ്ട കേട്ടോ. എല്ലാ ലൂപ്പിലൂടെയും അങ്ങനെ നമ്മൾ 18 തവണ ചെയ്ത് വരണം. മൊത്തം നമ്മൾ 11 റൗണ്ടോളം ചെയ്യണേ.
ഇതിൻ്റെ ഓരോ കെട്ടുകൾ കണ്ടില്ലേ, ഈ ഓരോ കെട്ട് റൗണ്ടിനെയാണ് നമ്മൾ റൗണ്ടാക്കി കണക്കാക്കുന്നത്. നമുക്ക് ബാക്കിൽ കൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കെട്ടുകൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുമോ, റൗണ്ടുകളും കെട്ടുകളും. അങ്ങനെ നമ്മളൊരു ചെറിയ ബാസ്ക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് എണ്ണുമ്പോൾ അറിയാം ഏകദേശം ഒരു 11 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് റൗണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞാനിത് 2 പാർട്ടായിട്ട് ഈ വീഡിയോ ഇടാം കേട്ടോ. കാരണം എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ ഇച്ചിരി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും.